വിക്രം, നീ വിജയലക്ഷ്മിയെ കണ്ട കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അച്ഛനോടോ മറ്റുള്ളവരോടോ ഒന്നും ഈ കാര്യം പറയാൻ നിൽക്കണ്ട. എന്താ ദേവയാനി, നിങ്ങൾ രണ്ടുപേരും വീട് മുഴുവൻ അന്വേഷിച്ചു നടക്കുക. നിങ്ങളാണെങ്കിൽ ഇവിടെ ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുക. അത് ഒന്നുമില്ല, വെറുതെ. എന്താ മോനെ, നീ എന്താ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി വിക്രം? എനിക്ക് അവിടെ നിന്നപ്പോ തന്നെ മനസ്സിലായി രണ്ടുപേരും എന്തോ ഗൗരവമുള്ള കാര്യമാണ് സംസാരിക്കുന്നതെന്ന്. അമ്മേ, അതൊന്നുമില്ല. ബിസിനസിന്റെ കാര്യങ്ങളാ. നമ്മുടെ കമ്പനിക്ക് കിട്ടേണ്ടിയിരുന്ന നല്ലൊരു ക്ലയന്റ് മിസ്സായിപ്പോയി. അയ്യോ, അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു 50 കോടി രൂപയുടെ പ്രോഫിറ്റ് കിട്ടിയേനെ. ആ കാര്യത്തെക്കുറിച്ചായിരുന്നു ഞങ്ങൾ സംസാരിച്ചത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനാണോടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതേച്ചാ, നോക്കൂ വിക്രം, ഈ ലോകത്ത് നമുക്കെന്നും പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മളെ വിട്ട് എങ്ങോട്ടേക്കും പോവില്ല. ഇനി അഥവാ കൈവിട്ട് പോയെന്ന് വെച്ചാലും അത് തിരികെ നമ്മുടെ അടുത്തെത്തും. അതാണ് പ്രപഞ്ച സത്യം. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അത് ഇന്ന് നമ്മുടെ കയ്യിൽ എത്തിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം അതിനെ ആരൊക്കെ തടുത്താലും അത് നമുക്കുള്ളതാണെങ്കിൽ എന്തായാലും നമ്മുടെ കയ്യിൽ തന്നെ എത്തും. അല്ല, നിങ്ങൾ എന്തിനാ യാതൊരു ബന്ധമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നേ? അല്ലെങ്കിൽ ഇവൻ ടെൻഷൻ അടിച്ചിരിക്കുക. അമ്മേ, എനിക്ക് വല്ലാത്ത തലവേദനിക്കുന്നു. ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. എന്റെ ദൈവമേ, സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ സംഭവിക്കുന്നേ. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എത്രയും പെട്ടെന്ന് വിക്രമിനെ കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കണം. ദേവയാനി, ദേവയാനി നിന്നെ വിളിക്കുന്നേ. എന്താ? നീ എന്താ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? പ്രത്യേകിച്ചൊന്നുമില്ല. നീ എപ്പോഴും ഈ കമ്പനിയെ കുറിച്ച് മാത്രം ചിന്തിച്ചോണ്ടിരിക്കല്ലേ? പോണെങ്കിൽ പോട്ടെ, ഇതല്ലെങ്കിൽ വേറൊരു ക്ലയന്റ്. നീ വന്നേ, വാമേ. ഇത്രയും കാലം ഭയപ്പെട്ടിരുന്ന കാര്യം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നേ, അതും അവന്റെ കൺമുന്നിൽ തന്നെ. എന്തായാലും വിജയ് അവൻ നേരിട്ട് കണ്ട സ്ഥിതിക്ക് ഇനി വെറുതെ ഇരിക്കാൻ പാടില്ല. ഇനി ഒരിക്കലും വിക്രമിന്റെ മനസ്സിലേക്ക് അവളുടെ ചിന്ത വരാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയാണിയമ്മ. കാൽത്തളയിൽ കൈവളയിൽ കിലുകിലെ നീ കളിയാടി വരും നേരം കാതോർത്തിരുന്നിയമ്മ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ, തന്നിലെ കൃഷ്ണമണി നീയേ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ, എന്നിൽ തന്നിലെ കൃഷ്ണമണി നീയേ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയാണിയമ്മ. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ, എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ, എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ.
ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ പിന്നെ വിളിക്കാം. ഹായ് ബ്രോ. ആ ഹായ് ബ്രോ. എന്താ ബ്രോ, നിങ്ങള് ജോലിക്കൊന്നും പോകുന്നില്ലേ? അല്ല, കാണുമ്പോ തന്നെ അറിയാം. പാത്രം കഴുകണം, തുണി അലക്കണം, ആഹാരം ഉണ്ടാക്കണം. ഈ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെങ്ങനെ വേറെ ജോലിക്ക് പോകുന്നേ? പക്ഷെ ഒരു സത്യം തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ. പെണ്ണുങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ വീട്ടു ജോലിയൊക്കെ ഒന്നും വിടാതെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങളായിട്ട് കമ്പയർ ചെയ്താ പെണ്ണുങ്ങൾ തോറ്റു പോകത്തേ ഉള്ളൂ. നിങ്ങൾ ഈ ജോലി ചെയ്യുന്നൊക്കെ കണ്ടിട്ട് എന്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഭാര്യയോട് ഇപ്പൊ അസൂയ തോന്നുന്നേ. നിങ്ങളെപ്പോലെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് എനിക്ക് സമാധാനം തരുന്നില്ല. എന്തിനാ ബ്രോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങൾ ജോലിക്ക് പോയിട്ട് അവളെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിക്കുന്നേ. ഇങ്ങോട്ട് നോക്ക്, മര്യാദയ്ക്ക് നീ നിന്റെ പണി നോക്കി പൊക്കോ. ആണുങ്ങൾ ചെയ്യുന്ന ജോലിയൊന്നും താൻ മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ടാ ഞാൻ എന്റെ ജോലിയും കളഞ്ഞിട്ട് ഇപ്പൊ താനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആണുങ്ങളുടെ ലക്ഷണം എന്ന് പറഞ്ഞാ പുറത്തു പോയി ജോലി ചെയ്ത് സമ്പാദിക്കുന്നതാ. ഭാര്യയെ പറഞ്ഞ് ജോലിക്ക് വിട്ടിട്ട് താനെന്തിനാ ഈ വേണ്ടാത്ത കാര്യമൊക്കെ ചെയ്തോണ്ടിരിക്കുന്നേ? സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ടീഷർട്ടും ഷോർട്സും ഒന്നും അല്ല ഇടേണ്ടിയിരുന്നത്. നിങ്ങളുടെ ഭാര്യയുടെ ഡ്രസ്സ് പോലും എടുത്തിടാൻ നോക്ക്. എന്താടാ പറഞ്ഞേ? കുറെ നേരായിട്ട് ഞാൻ ക്ഷമിച്ചോണ്ടിരിക്കുക, അപ്പൊ വായ തോന്നുന്നു വിളിച്ചു പറയാ. ആരോടാണ് നീ സാരി എടുക്കാൻ പറയുന്നത്? ഇപ്പൊ മനസ്സിലാവട്ടെ ഞാൻ ആണാണെന്ന്. എന്റെ മേത്ത് കൈവയ്ക്കുന്നോ? ഞാൻ എന്താ ചെയ്യാൻ എന്റെ ക്ഷമ നശാലുണ്ടല്ലോ, നിന്നെ ചവിട്ടി കൂട്ടും ഞാൻ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഇവിടെ എന്റെ ഭാര്യടാ, അവക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യൂടാ? ഞാൻ അത് ചെയ്തു ഇത് എന്നൊക്കെ പറയാൻ നീ ആരാടാ? ഇത് എന്റെ കുടുംബ, എന്റെ ഭാര്യക്ക് ഞാൻ സഹായം ചെയ്യൂടാ. എന്റെ മനസ്സിന് ഇഷ്ടപോലെ ഞാൻ എന്ത് വേണേലും ചെയ്യൂടാ. നിനക്ക് പറ്റുമെങ്കിൽ നിന്റെ ഭാര്യ പോയി സഹായിക്കാൻ നോക്കടാ. അതല്ലാതെ ഇവിടെ നിന്ന് പൊലമ്പോ നോക്കിയാണ്ടല്ലോ ഒരക്ഷരം വേണ്ടി പോയി. എന്താടാ പോവാൻ നോക്കും മക്കളെ.